നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊച്ചി എടയാർ വ്യവസായ മേഖലയിൽ പൊട്ടിത്തെറി, ഒരാൾ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്ക്. എടയാർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ പൊട്ടിത്തെറി, ഒഡീഷ സ്വദേശിയാണ് മരിച്ചത്, 3 പേർക്ക് പരിക്കേറ്റു. മൃഗക്കൊഴുപ്പ് സംസ്കരിക്കുന്ന കമ്പനിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. സ്റ്റൗ പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരം. MDയുടെ വീട്ടിലെ മോഷണം, 2 പേർ കസ്റ്റഡിയിൽ. സാഹിത്യകാരൻ MD വാസുദേവൻ നായരുടെ കോഴിക്കോട് നടക്കാവിലെ വീട്ടിൽ നടന്ന മോഷണത്തിൽ 2 പേരെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. MDയുടെ വീട്ടിലെ പാചകക്കാരിയായ കരുവശ്ശേരി സ്വദേശി ശാന്ത, ബന്ധു പ്രകാശൻ എന്നിവരാണ് പിടിയിലായത്. ഇവരെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു. 26 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് MDയുടെ വീട്ടിൽ നിന്നും മോഷണം പോയത്. MDയുടെ ഭാര്യ സരസ്വതിയുടെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. സെപ്റ്റംബർ 22-നും 30-നും ഇടയിൽ മോഷണം നടന്നുവെന്നാണ് സംശയം. സ്വർണം ബാങ്ക് ലോക്കറിലുണ്ടെന്നാണ് സംശയമുണ്ടായിരുന്നത്. എന്നാൽ പരിശോധനയിൽ വീട്ടിലും ലോക്കറിലും ആഭരണങ്ങളില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. 3 മാല, വള, കമ്മൽ, ഡയമണ്ട് കമ്മലും ലോക്കറ്റും മരതകം പതിച്ച ലോക്കറ്റ് എന്നിവയാണ് മോഷണം പോയവയിൽ ഉള്ളത്. 48ാമത് വയലാർ അവാർഡ് പ്രഖ്യാപിച്ചു. അശോകൻ ചരുവിലിന്റെ കാട്ടൂർ കടവിനാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിച്ച ശില്പവുമാണ് അവാർഡ്. മലയാളത്തിലെ രാഷ്ട്രീയ നോവലുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് കൃതി. മഹാപ്രളയത്തിൽ തകർന്ന ഒരു ഗ്രാമത്തെ പശ്ചാത്തലമാക്കിയുള്ള ജീവിത അപഗ്രഥനവും നവോത്ഥാനവും ദേശീയ പ്രസ്ഥാനവും പശ്ചാത്തലമാക്കിയുള്ളതാണ് കാട്ടൂർ കടവ്. വയലാർ രാമവർമ്മ ട്രസ്റ്റ് പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരനാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. അൻവറിനെ പാർട്ടിയിലെടുക്കില്ലെന്ന് DMK. CPM-നോട് ഇടഞ്ഞ് പുതിയ പാർട്ടി രൂപീകരിക്കാനൊരുങ്ങുന്ന PV അൻവറിന്റെ DMK മോഹം പൊലിയുന്നു. പാർട്ടിയിലോ മുന്നണിയിലോ എടുക്കില്ലെന്ന നിലപാടിലാണ് DMK നേതൃത്വം. കേരളത്തിലെ LDF പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ എടുക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമെന്ന് DMK വക്താവ് TKS ഇളങ്കോവിൽ പ്രതികരിച്ചു. വിഷയത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി സ്റ്റാലിൻ എടുക്കുമെന്നും ഇളങ്കോവിൽ വ്യക്തമാക്കി. അൻവറുമായി ചെന്നൈയിൽ DMK നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. ചർച്ചയുടെ വിവരങ്ങൾ പുറത്തുവിടുന്നത് ശരിയല്ല എന്നതിനാൽ മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമു സർവീസ് നാളെ മുതൽ. കോട്ടയം വഴിയുള്ള കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമു സർവീസ് നാളെ മുതൽ തുടങ്ങും. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള 5 ദിവസം ട്രെയിൻ ഉണ്ടാവും. 2 സ്റ്റോപ്പുകൾ കൂടി അനുവദിച്ചതോടെ സമയക്രമത്തിലും മാറ്റമുണ്ടാകും. 8 കോച്ചുകളുള്ള മെമു ആണ് സർവീസ് നടത്തുന്നത്. രാവിലെ 5:55-ന് കൊല്ലത്ത് നിന്നും ആരംഭിച്ച് 9:35-ന് എറണാകുളത്തെത്തും. തിരിച്ച് 9:50-ന് യാത്ര തുടങ്ങി 1:30-ന് കൊല്ലത്തെത്തും. ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ, കുറുപ്പുത്തറ, വൈക്കം റോഡ്, പുറവം റോഡ്, മുളുന്തുരുത്തി, തൃപ്പൂണിത്തറ എന്നിവയാണ് മറ്റ് സ്റ്റോപ്പുകൾ. മലയാളി വൈദികന് കർദിനാൾ പദവി പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. സീറോ മലബാർ സഭ ചങ്ങനാശ്ശേരി രൂപതാംഗമായ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിനെയാണ് കർദിനാളായി വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. സ്ഥാനാരോഹണം ഡിസംബർ 8-ന് നടക്കും. 20 പുതിയ കർദിനാൾമാരെയാണ് വത്തിക്കാൻ പ്രഖ്യാപിച്ചത്. നിലവിലെ വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ ഔദ്യോഗിക സംഘത്തിൽ അംഗമാണ് നിയുക്ത കർദിനാൾ. ചങ്ങനാശ്ശേരി മാമൂട് ലൂർദ് മാതാ പള്ളി ഇടവക അംഗമാണ് മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്. കാർ നിയന്ത്രണം വിട്ട് ടൂറിസ്റ്റ് ബസ്സിൽ ഇടിച്ചു, മുത്തച്ഛനും കൊച്ചുമകളും മരിച്ചു. MC റോഡിൽ കൂത്താട്ടുകുളം ചോരക്കുഴിയിൽ നിയന്ത്രണം വിട്ട കാർ ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മുത്തച്ഛനും കൊച്ചുമകളും മരിച്ചു. തങ്കച്ചൻ, എസ്തർ എന്നിവരാണ് മരിച്ചത്. തങ്കച്ചന്റെ ഭാര്യ തങ്കമ്മ, ഇവരുടെ മകനും എസ്തറിന്റെ അച്ഛനുമായ എബി, ഭാര്യ ട്രീസ തൊളക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തങ്കമ്മയുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. വൈകിട്ട് 3:50-ഓടെ MC റോഡിൽ എറണാകുളം ജില്ലാ അതിർത്തിയായ പുതുവേലി ചോരക്കുഴി പാലത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കാർ പൂർണ്ണമായും തകർന്നു. T20 വനിതാ ലോകകപ്പ്. മലയാളി താരം സജനയുടെ ബൗണ്ടറിയിലൂടെ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യൻ വനിതകൾ. വനിതകളുടെ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ആദ്യ ജയം. പാകിസ്ഥാനെതിരെ 106 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഇന്ത്യ 18.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. മലയാളി താരം സജന സജീവിന്റെ ബൗണ്ടറിയോടെയായിരുന്നു ഇന്ത്യയുടെ ജയം. ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനോട് അപ്രതീക്ഷിത തോൽവി വഴങ്ങിയ ഇന്ത്യൻ ടീം 2ാം പോരാട്ടത്തിൽ പാകിസ്ഥാനെ 6 വിക്കറ്റിന് തകർത്തെറിയുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 8 വിക്കറ്റ് നഷ്ടത്തിൽ 105 റൺസ് എടുത്തു. വിജയം തേടിയിറങ്ങിയ ഇന്ത്യൻ വനിതകൾ 7 പന്തുകൾ ശേഷിക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 108 റൺസ് എടുത്താണ് വിജയം സ്വന്തമാക്കിയത്. കനത്ത മഴ. മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറക്കും. അതീവ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്തെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നു. ഇടുക്കി, കണ്ണൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലെ പലയിടത്തും ശക്തമായ മഴയാണ് പെയ്യുന്നത്. വയനാട്ടിലും മട്ടന്നൂരിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്.
മണ്ണിടിച്ചിൽ മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറത്തിറക്കിയിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. ഇതിനിടെ മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറക്കും. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ റൂൾ കർവ് ക്രമീകരിക്കുന്നതിനായി മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 8-ന് തുറക്കുന്നതാണ്. കൂടാതെ പവർ ജനറേഷനും ആരംഭിക്കുന്നതാണെന്നും അധികൃതർ അറിയിച്ചു. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് പിടിയിൽ. ഒപ്പം പിടിയിലായത് കൊല്ലം സ്വദേശിയും. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ കസ്റ്റഡിയിലെടുത്തു. ലഹരി ഇടപാടിലാണ് ഓം പ്രകാശ് പോലീസ് പിടിയിലായത്. നർക്കോട്ടിക് വിഭാഗത്തിന്റേതാണ് നടപടി. കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്നുമാണ് ഓം പ്രകാശിനെ പിടികൂടിയത്. കൊല്ലം സ്വദേശിയും ഒപ്പം പിടിയിലായിട്ടുണ്ട്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഒരു കേസുമായി ബന്ധപ്പെട്ട ഒളിവിലായിരുന്ന ഓം പ്രകാശ് അടുത്തിടെയാണ് കേരളത്തിലെത്തിയത്. 1 മാസം മുമ്പ് തുമ്പെ പോലീസ് ഓം പ്രകാശിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ബൈപ്പാസിൽ നടന്ന അപകട സ്ഥലത്ത് ഓം പ്രകാശിനെ കണ്ടപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. കരുതൽ കസ്റ്റഡി മാത്രമായിരുന്നു ഇത്. അതിനുശേഷം പുതിയ കേസുകളൊന്നും ഓം പ്രകാശിന്റെ പേരിൽ ഉണ്ടായിരുന്നില്ല.